അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, കച്ചവടക്കാർ എൻ്റെ ഈ ക്ലാസ് കേൾക്കുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. കേട്ട് കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ പറയാം. നമ്മുടെ ഭാര്യമാർ പ്രത്യേകിച്ചിട്ടും നമ്മുടെ ഭർത്താക്കന്മാർ നല്ല കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവണം, ബർക്കത്തുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ സൂറത്ത് ഓതണം. കയ്യിൽ 5 പൈസ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ കയ്യിൽ 5 പൈസയില്ല. എന്നിട്ടും വലിയ പണക്കാരനായി സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 5 കാര്യം ചെയ്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നാളെ വെള്ളിയാഴ്ചയാണ്. പരിശുദ്ധ മുഹറം മാസത്തിലെ 2ാമത്തെ 10-ലെ 17-ാം മാസമാണ്, വെള്ളിയാഴ്ചയാണ്. വളരെയേറെ മഹത്വമുള്ള ദിവസമാണ്. അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ കയ്യിൽ ഒന്നുമില്ലാതെ, ഒരു 5-ന്റെ പൈസയില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയേറെ വലിയൊരു മുതലാളിയായത്? കച്ചവടക്കാർ ഇത് കേൾക്കണം, കച്ചവടക്കാർക്ക് ഇത് മാതൃകയാവണം. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് എന്ന് സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി ബിഖംസിൻ, 5 കാര്യങ്ങളെ കൊണ്ടാണ്. എനിക്ക് ഏറെ അല്ലാഹു തആല നിഅമത്ത് ബർക്കത്തും കിട്ടിയത് 5 കാര്യങ്ങളെ കൊണ്ടാണ്. 1, അല്ലാഹു എനിക്ക് ബർക്കത്ത് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഒന്നാമത്തത്, ഞാൻ ശരിക്കും അധ്വാനിക്കുമായിരുന്നു. ഒന്നാമത്തെ കാരണം, ശരിക്കും ഞാൻ അധ്വാനിക്കുമായിരുന്നു, കഷ്ടപ്പെടുമായിരുന്നു. 2ാമത്തത്, അതിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ. ലോണ് കൊണ്ട് കച്ചവടം തുടങ്ങിയവരുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഒരു ബർക്കത്തും ഇല്ല. ബർക്കത്തിനെ അല്ലാഹു ഉയർത്തിക്കളയും. എപ്പോഴാണോ നിങ്ങൾ ലോൺ കച്ചവടത്തിൽ തുടങ്ങിയിട്ട് അവസാനിക്കുന്നതിനെ പൂർത്തിയാക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് ബർക്കത്ത്, വരുമാനം കൂടും. 2ാമത്, ഏതൊരു മുതലും ത്വയ്യിബായ നല്ല മുതലിലാണ് തുടങ്ങേണ്ടത്. ഭാര്യന്മാരുടെ പൊന്നെല്ലാം പണം വെച്ചുകൊണ്ട് ചെയ്തവരുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടൂല, നിർബന്ധാവസ്ഥയിൽ തന്നതായിട്ടുണ്ടാവും. എന്നാൽ അവർ ഇടക്കിടക്ക് ഇതിനെ പറയും, എന്റെ പൊന്നെ കൊണ്ടുപോയല്ലേ, അങ്ങനെയല്ല, ഇങ്ങനെയല്ലേ. ഏതൊരു മുതലും ത്വയ്യിബായ നിലക്ക് തുടങ്ങിയാൽ അത് ചെറിയ കച്ചവടമാണെങ്കിലും അല്ലാഹു തആലയ്ക്ക് ബർക്കത്ത് നൽകും. 2ാമത്തെ ഞാൻ കാര്യം പറഞ്ഞത്, അതിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു 2ാമത്തെ മറുപടി. 3ാമത്തതോ, എനിക്ക് ശരിക്കും മനസ്സിലാക്കണം, എനിക്ക് കിട്ടുന്ന ഏത് ചെറിയ ലാഭവും ഞാൻ നിസ്സാരമായി കാണാറില്ല. ഇന്നധികം അത് ചെറിയ കച്ചവടല്ലേ. ഈ വലിയ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ എനിക്ക് പറ. അള്ളാഹു ചെയ്തതായ അനുഗ്രഹത്തെ, ചെയ്തതായ ഒരു അനുഗ്രഹമാണല്ലോ അത്, ചെറിയ കച്ചവടമാണെങ്കിലും എന്ന് കരുതിക്കൊണ്ട് ഞാൻ അതിനെ നിസ്സാരമാക്കുമായിരുന്നില്ല. എനിക്ക് കിട്ടുന്ന ഏത് ചെറിയ ലാഭവും അത് ഞാൻ നിസ്സാരമാക്കുമായിരുന്നില്ല. നാലാമത്തെ കാര്യം, ജോലിക്ക് തിരഞ്ഞെടുക്കുന്ന ആള് ഞാൻ
ചെറുചെറുക്കുള്ളതായ ചെറുപ്പക്കാരെയായിരുന്നു എന്റെ കച്ചവടത്തിൽ, എന്റെ ബിസിനസ്സിൽ, എന്റെ കച്ചവടത്തിൽ ഞാൻ നിർത്തുമായിരുന്നത്. അഞ്ചാമത്തതോ, എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തത്, ഞാൻ എന്റെ മുതലിനെ 2 ഭാഗമാക്കും. ആ കച്ചവടത്തിൽ ലാഭം കിട്ടിയതിന് ഒന്നിനെ ഞാൻ കച്ചവടത്തിലിടും, രണ്ടാമത് ലാഭം കിട്ടിയ എന്തെങ്കിലും ഞാൻ എന്താകും, സ്വതക്ക ചെയ്യും. ആരും വിചാരിക്കരുതേ സ്വതക്ക ചെയ്താൽ വെറുതെയാവും, കച്ചവടം ഇല്ലാണ്ടാവും. എത്ര നീ കൊടുത്ത് അത്ര നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തന്റെ ഭർത്താക്കന്മാർ ഒരു കാലത്തും ഒരു വിധത്തിലും ദാരിദ്ര്യമുണ്ടാവൂല. ഭാര്യന്മാരെ നിങ്ങൾ കേൾക്കണം, എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതണേ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾക്കുള്ളതായ ഭാര്യന്മാർക്ക് സൂറത്തുൽ വാഖിഅ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണേ. കാരണം അത് എല്ലാ ദാരിദ്ര്യത്തെയും തുടച്ചു മാറ്റും, ദാരിദ്ര്യത്തെ ഇല്ലാണ്ടാക്കി കളയും. കടയിലോ വീടിലോ കിട്ടുന്ന സമയത്ത് സൂറത്തുൽ വാഖിഅ ഓതാം, അല്ലെങ്കിൽ സൂറത്തുൽ ഫത്ഹ് ഓതാം. കടകളിൽ ഇതെല്ലാം ബർക്കത്തുണ്ടാവാനുള്ളതായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു തആല നമ്മുടെ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് കച്ചവടം തുടങ്ങേണ്ടത്? ജുമാക്ക് തുടങ്ങിയാൽ പറ്റുമോ? ജുമാ ദിവസം നല്ല ദിവസമാണ്, ജുമാ ദിവസം നല്ല ദിവസമാണ്. ചില ആളുകൾക്ക് ജുമാ ദിവസത്തിൽ സ്വതക്ക ചെയ്യാൻ പാടില്ലല്ലോ, ജുമാക്ക് മുമ്പ് കടം കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഫിഖഹിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഫത്ഹുൽ മുഈനിൽ അടക്കം പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വതക്കനെ അധികരിപ്പിക്കുക, ദാനധർമ്മം നിങ്ങൾ അധികരിപ്പിക്കുക. പിന്നെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ ഫഇദാ ഖുളിയത്തിസ് സ്വലാത്ത്. നിസ്കാരം കഴിഞ്ഞാൽ, അതായത് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങലാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. ഉസ്താമാരെല്ലാം പറയുന്നതാണ്, ജുമാക്കാണെങ്കിൽ ജുമാ കഴിഞ്ഞിട്ട് കച്ചവടം അല്ലെങ്കിൽ ഒരു കട തുറക്കാം, കട ആരംഭിക്കുക പുതിയതായിട്ട്, എന്നാൽ നല്ലതാണ്, നല്ല കാര്യമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കച്ചവടക്കാർ, കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കച്ചവടം തുടങ്ങി, എല്ലാം അതിൻ്റെ ഇടയിൽ അവർ ബേജാറിലാണ്, നഷ്ടത്തിലാണ്. ഏതൊരു കച്ചവടം ചെയ്യുകയാണെങ്കിൽ ചില ആൾ പറയുന്നു, ഭാര്യ പറയുന്നു ഈ കച്ചവടം തുടങ്ങ്, ഭർത്താവ് പറയുന്നു, അവൻ പറയുന്നു, അനിയൻ പറയുന്നു, ഇങ്ങനെ പറയുന്നു. എന്നാൽ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് കാര്യം ഒരു തീർമാനിക്കുമ്പോഴും കൂടിയാലോചന ചെയ്യും, എന്നിട്ട് മുഷാവറ നടത്തും, എന്നിട്ട് ഇസ്തിഖാറത്ത് ചെയ്യാതെ ഒരു കാര്യത്തിലേക്കും പുണ്യ നബി ആരംഭിക്കുമായിരുന്നില്ല. മാ ഖാബ മൻ ഇസ്തിഖാറ, ഇസ്തിഖാറത്ത് ചെയ്തവൻ ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുക, ഖൈറിനെ തേടുന്ന നിസ്കാരം നിയത്ത് വെച്ച് സൂറത്തുൽ കാഫിറൂനെയും സൂറത്തുൽ ഇഖ്ലാസും ഓതി സാധാരണ സുന്നത്ത് നിസ്കരിക്കും പോലെ നിസ്കരിക്കാം, ഇസ്തിഖാറത്തിന്റെ സുന്നത്ത് നിസ്കാരം. എന്നിട്ട് എനിക്കൊരു അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു തോന്നലുണ്ടാവും, ഏതാണോ ശരി അതിലേക്ക് മുന്നിടാം. ആ കച്ചവടമാണെങ്കിൽ ആ കച്ചവടം ഖൈറാണോ, ഖൈറായ കച്ചവടം, എന്നാൽ അതിൽ ബർക്കത്തുണ്ടാവും. ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. ഇസ്തിഖാറത്ത് നടത്തിയവൻ, ഇസ്തിഖാറത്ത് നിസ്കരിച്ചവൻ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കച്ചവടത്തിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. കച്ചവടത്തിൽ നല്ല ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് സഹോദരന്മാർ ഗൾഫിലും നാട്ടിലും കച്ചവടം ചെയ്യുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി അന്വേഷിക്കുന്നവരുണ്ട്.
എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.